ഇപ്പോഴിതാ വൈസ് അഡ്മിറലിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ ആക്രമിക്കാൻ, അതായത് പാകിസ്ഥാൻ്റെ നാവികസേനയെ ആക്രമിക്കാൻ നമ്മുടെ 15 മിഗ് വിമാനങ്ങളാണ് നമ്മൾ ഓണാക്കി നിർത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ വൈസ് അഡ്മിറൽ പറയുന്നത്. 2025 മെയ് 7 മുതൽ 10 വരെ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പ്രതികരണമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ സമുദ്രാധിപത്യത്തിൻ്റെ ശക്തമായ പ്രകടനത്തിൽ ഇന്ത്യൻ നാവികസേന അതിൻ്റെ സന്നദ്ധതയും തന്ത്രപരമായിട്ടുള്ള വൈദഗ്ധ്യവും പ്രദർശിപ്പിച്ചു. മധ്യപ്രദേശിലെ ഡോക്ടർ അംബേദ്കർ നഗറിലെ ആർമി വാർ കോളേജിൽ നടന്ന ഡ്രൈ സർവീസ് ഡയലോഗായ റാൻ സംവാദ് 2025 നാവികസേനയുടെ വേഗത്തിലുള്ളതും ദൃഢനിശ്ചയമുള്ളതുമായുള്ള പ്രവർത്തനങ്ങൾ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് വൈസ് അഡ്മിറൽ തരുൺ സോംപി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. 15 മിഗ് 29K യുദ്ധവിമാനങ്ങൾ ഘടിപ്പിച്ച വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്തിനെ വിന്യസിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ശക്തി പ്രകടിപ്പിക്കുന്നതിനും ആക്രമണം തടയുന്നതിനുമുള്ള നാവികസേനയുടെ കഴിവിനെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പരാമർശിച്ചത്. പാകിസ്ഥാന്റെ നാവികസേന ഒരടിയെടുത്ത് വച്ചിരുന്നെങ്കിൽ ആ നാവികസേന സമ്പൂർണ്ണമായി കത്തിച്ചാമ്പലാകുന്ന രീതിയിലായിരുന്നു ഈ പ്രോജക്റ്റ് സെറ്റ് ചെയ്തു വെച്ചിരുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തുന്നത്. പക്ഷേ നേരത്തെ ഇന്ത്യയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഇന്ത്യൻ നേവി മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴേക്കും പാകിസ്ഥാൻ നേവിയുടെ ഫ്ലീറ്റുകൾ അത് പേടിച്ച് പിന്നോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ നേവിയുടെ ഫ്ലീറ്റുകൾ ആദ്യം അവിടെ ഇറാഖിൻ്റെ ഒരു തുറമുഖത്തിനടുത്ത് വന്ന് ഒളിച്ചിരിക്കുന്ന കാഴ്ചയും ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ആ സമയത്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കമിട്ടതിന് ശേഷം ഇന്ത്യൻ നാവികസേനയെ ആസൂത്രിതമായിട്ടുള്ള ഒരു അഭ്യാസത്തിൽ നിന്ന് ശ്രദ്ധേയമായ വേഗതയിൽ യുദ്ധകാല അടിസ്ഥാനത്തിലേക്ക് മാറ്റാൻ അത് വലിയ രീതിയിൽ പ്രേരിപ്പിച്ചു. പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നാവികസേനയുടെ ദുവത്സര അഭ്യാസമായിട്ടുള്ള ട്രോപെക്സ് പടിഞ്ഞാറൻ കടൽ തീരത്ത് ഗണ്യമായ എണ്ണം ആസ്തികളെ സ്ഥാപിച്ചിരുന്നുവെന്ന് വൈസ് അഡ്മിറൽ സോപ്തി വെളിപ്പെടുത്തി. 96 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രവർത്തന കപ്പലുകളും കടലിൽ വിന്യസിച്ചു. വിവിധ പ്രവർത്തനപരവും സാങ്കേതികവുമായിട്ടുള്ള കാരണങ്ങളാൽ കപ്പലുകൾ എല്ലായ്പ്പോഴും പൂർണ്ണമായി കയറ്റാത്തതിനാൽ തങ്ങളുടെ വെടിമരുന്ന് നിറയ്ക്കാൻ തങ്ങൾ തുറമുഖത്തേക്ക് മടങ്ങി. കൂടാതെ എല്ലാ കപ്പലുകളും അന്തർവാഹിനികളും പുറപ്പെടുന്നതിന് മുമ്പ് തയ്യാറാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ സോപ്തി അദ്ദേഹം പറയുന്നത്. ഈ വിന്യാസത്തിൻ്റെ കേന്ദ്രബിന്ദു 2025 സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് ആയിരുന്നു. 15 മിഗ് 29K യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടതോടെ വിക്രാന്ത് ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, അന്തർവാഹിനി എന്നിവ ഉൾപ്പെടുന്ന ഒരു ശക്തമായ ടാസ്ക് ഫോഴ്സിൻ്റെ നട്ടല്ലായി അത് മാറി. കറാച്ചിയുടെ തെക്ക് അന്താരാഷ്ട്ര ജലാശയത്തിൽ നടപ്പിലാക്കിയ ഈ ദ്രുത സമാഹരണം പാകിസ്ഥാൻ നാവികസേനയെ അതിൻ്റെ തുറമുഖങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുകയും അതിൻ്റെ സമുദ്ര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.